പല്ലുവേദന ശമിക്കാനായിട്ട് ഈ കരയാമ്പൂ തൈലൊക്കെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. നിങ്ങൾ പലരും അത് പ്രയോഗിച്ചു നോക്കി അനുഭവം കണ്ടിട്ടുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഈ കരയാമ്പൂ കൊണ്ടുള്ള മറ്റ് അനവധി പ്രയോജനങ്ങൾ, അതായത് ഉദാഹരണത്തിന് തലവേദനയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം, വായനാറ്റത്തിന് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ ചുമയ്ക്കും കഫക്കെട്ടിനും ശ്വാസതടസ്സത്തിനും ഒക്കെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണമെന്ന് ചുരുക്കി വിവരിക്കാം. അതുപോലെ തന്നെ കരയാമ്പൂവിന്റെയും കരയാമ്പൂ തൈലത്തിന്റെയും കുറച്ച് ഗുണവിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് അവസാനം വരെ കണ്ടതിന് ശേഷം വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. അപ്പൊ നമുക്ക് പതിപോലെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. കരയാമ്പൂ ചേർത്ത് തയ്യാറാക്കുന്ന ലവങ്കാദി ഗുളിക, ലവങ്കാദി ചൂർണം, അതുപോലെ ത്വകേലാദി ചൂർണം, താലീസപത്രാദി ചൂർണം, ഏലാദി ചൂർണം, ഏലാദി ലേഹ്യം, ഏലാദി ഗുളിക, ഇങ്ങനെ ഒട്ടനവധി ഔഷധ യോഗങ്ങൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വരുന്നുണ്ട്. ഇതുപോലെ ഇനിയും പല പല ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ കരയാമ്പൂ ഉപയോഗിച്ചു വരുന്നുണ്ട്. കരയാമ്പൂന് ലവംഗം എന്നാണ് സംസ്കൃത നാമം. ക്ലോവ് ഓയിൽ ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവല്ലോ. ഇനി കരയാമ്പൂവിന്റെ ബൊട്ടാനിക്കൽ നെയിം സിസൈജിയം ആരോമാറ്റിക്കം എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം, സയന്റിഫിക് നെയിം. അതുപോലെ ഫാമിലി നെയിം മിറിറ്റേസെ ഫാമിലിയിൽ വരുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് കരയാമ്പൂ അഥവാ ഗ്രാമ്പൂ. ഇനി നമുക്ക് ഗ്രാമ്പൂവിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്, അതായത് രസഗുണ വീര്യവിഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കരയാമ്പൂവിന് കടു തിക്ത രസമാണ്. അതുപോലെ ലഘു രൂക്ഷ തീക്ഷ്ണ ഗുണങ്ങളോട് കൂടിയതാണ് കരയാമ്പൂ. അതുപോലെ തന്നെ ഉഷ്ണവീര്യമാണ്, ചൂടാണ് കരയാമ്പൂ. കടു വിഭാഗത്തോട് കൂടിയതാണ്. ഇനി ദോഷകർമ്മങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ വാത കഫദോഷങ്ങളെ ശമിപ്പിക്കുന്നു, ഒപ്പം തന്നെ പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുന്നുണ്ട്. അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മിക്കവാറും ദ്രവ്യങ്ങളൊക്കെ തന്നെ ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിനെല്ലാം പൊതുവെ ഉഷ്ണവീര്യമാണ്, കടുവിഭാഗമാണ്, ലഘുരൂക്ഷ തീക്ഷ്ണ ഗുണങ്ങളോട് കൂടിയതാണ്, കടുതിക്ത കഷായ രസങ്ങളോട് കൂടിയതാണ്. ഇതിന് കാരണം ഇതെല്ലാം തന്നെ പൊതുവെ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും കഴിക്കുന്ന ആഹാരമായാലും ഔഷധമായാലും അതിനെ പൂർണ്ണമായിട്ട് ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന കഴിവുകളും കൂടെ ഇത്തരം രസഗുണ വീര്യവിഭാഗങ്ങൾ ചേർന്നിട്ടുള്ള ഔഷധ സസ്യങ്ങൾക്കും അടുക്കളയിൽ ഉപയോഗിച്ചു വരുന്ന ഇത്തരം പല വ്യഞ്ജന സംഗതികൾക്കും ഉണ്ട്. ഇനി നമുക്ക് കരയാമ്പ് ഉപയോഗിച്ച് ഒരു അത്യാസന്ന ഘട്ടത്തില് താൽക്കാലിക ആശ്വാസനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വരെയുള്ള സമയത്തേക്ക് ഒരു തൽക്കാലത്തേക്ക് ഉപയോഗിക്കാവുന്ന, അതായത് എല്ലാ വീടുകളിലും കരയാമ്പ് ഉണ്ടാവും. എന്തെങ്കിലും ഭക്ഷണ സംഗതികളൊക്കെ തയ്യാറാക്കാനായിട്ട് മസാലക്കൂട്ടുകളുടെ കൂടെ തീർച്ചയായിട്ടും കരയാമ്പ് 1, 2, 5, 10 ഉണ്ടാകാതിരിക്കില്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് നേരം വെളുപ്പിക്കുന്നവര് രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, കലശലായ ദഹന പ്രശ്നങ്ങളോ പല്ലുവേദനയോ ചുമ കഫക്കെട്ട് ആസ്മ ഇത്തരം പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു താൽക്കാലിക ആശ്വാസനായിട്ട് എങ്ങനെ ഉപയോഗിക്കാന്നാണ് ചുരുക്കി വിവരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന സംഗതിയായിരിക്കും. ഇനി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. നമ്മൾ തുടർന്ന് അതിനെപ്പറ്റി വീഡിയോകൾ ചെയ്യാവുന്നതുമാണ്. അപ്പൊ ആദ്യമായിട്ട് പല്ലുവേദനയ്ക്ക് ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്നുകൂടെ പറയാം. അതായത് കരയാമ്പൂ തൈലം, ക്ലോവ് ഓയിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോന്റെ താഴെ ആമസോണിന്റെ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് കയറി വാങ്ങിക്കാവുന്നതാണ്. ഈ കരയാമ്പൂ തൈലം ഈ പല്ലുവേദന അനുഭവപ്പെടുകയാണെങ്കിൽ, കലശലായിട്ടുള്ള വേദന, പ്രത്യേകിച്ച് ഈ പല്ലുവേദന നീർക്കെട്ട്, തണുത്ത കാലാവസ്ഥ, മഞ്ഞുകാലത്തും മഴച്ചാറിലൊക്കെ കൊണ്ട് മഴക്കാലത്തും ശിരസിനെ ആശ്രയിച്ച് നീർക്കെട്ട് കൂടുമ്പോൾ ഈ പല്ലുകൾക്ക് കേടുള്ളവരാണെങ്കിൽ ആ നീരിറക്കം മൂലം പല്ലുവേദന കലശലായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മറ്റു പല സന്ധിവേദനകളിൽ ജോയിന്റ് പെയിൻസിലൊക്കെ വരുമ്പോൾ നമ്മൾ ചൂട് പിടിക്കാനായിട്ട് പറയാറുള്ളത്. പക്ഷേ ഈ പല്ലുവേദന വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി, അവിടെ ചൂട് പിടിക്കുകയല്ല വേണ്ടത്, നമ്മളവിടെ ഐസ് പാക്ക് ഒക്കെ വെച്ച് തണുപ്പിക്കുകയാണ് വേണ്ടത്. ആ രീതിയിൽ തണുപ്പ് തട്ടുമ്പോൾ വേദന കുറയാനായിട്ട് ഇടയാക്കുന്നതാണ്. ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല്ലുവേദന വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അവിടേക്കുള്ള സർക്കുലേഷൻ കൂടുന്നു. അതുപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ട് നെർവസ് സിസ്റ്റമാണ്. ആ നെർവസിലേക്കൊക്കെ രക്തചംക്രമണവും ആ നെർവ് സപ്ലൈയൊക്കെ കൂടുതൽ ആക്ടിവേറ്റ് ആകുമ്പോൾ ഈ പെയിൻ കൂടുതലായിട്ട് തീക്ഷ്ണതയോടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഫ്രീസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ തണുപ്പ് ഐസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ പ്രായോഗികം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ക്ലോവ് ഓയിൽ ഉണ്ടെങ്കിൽ കരയാമ്പൂ തൈലം ഒരു കഷ്ണം പഞ്ഞിയിൽ മുക്കിയിട്ട് ആ വേദന അനുഭവപ്പെടുന്ന ആ പല്ലിൽ കടിച്ചു പിടിക്കുന്നത് പല്ലുവേദന അറിയാതിരിക്കുന്നതിന് താൽക്കാലിക ശമനത്തിന് സഹായകരാകും. ഇനി ക്ലോവ് ഓയിൽ കരയാമ്പൂ തൈലം വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഒരു കരയാമ്പൂ എടുത്ത് ചെറുതായിട്ടൊന്ന് വായ്ക്കകത്ത് ആ മോണയ്ക്കകത്ത് ഇങ്ങനെ സൂക്ഷിക്കുക, എന്നിട്ട് ഇടയ്ക്കൊരു കടി കടിക്കുക, എന്നിട്ട് ആ നീരിങ്ങനെ വലിച്ചെടുക്കുക. അപ്പൊ നിങ്ങൾക്കൊരു തരിപ്പ് അനുഭവപ്പെടും, ഒരു മന്ദത അനുഭവപ്പെടും. അതുവഴി ഈ വേദനയുടെ തീവ്രത തീക്ഷ്ണത കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടാം. ഇനി നിങ്ങൾക്ക് സ്വതവേ നിത്യേന പല്ലുവേദന അനുഭവപ്പെടുന്നവരാണ്, ഇത്തരം പ്രശ്നങ്ങൾ പൊതുവെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്, വാദസംബന്ധമായ പ്രശ്നങ്ങളുള്ളവരാണ്, വാദപ്രകൃതിക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുടി കൊഴിച്ചിലും എല്ല് തേയ്മാനും പല്ലുകൾക്ക് കേടുപാടുകളൊക്കെ ഒരു സ്ഥിരം കഥയായിരിക്കും. പ്രത്യേകിച്ച് 50 വയസ്സിന് ശേഷം വാദം വർദ്ധിക്കുന്ന കാലവും കൂടിയാകുമ്പോൾ അസ്ഥിധാതുവിനും വാദദോഷത്തിനും ബന്ധമുള്ളതുകൊണ്ട് അസ്ഥിധാതുവിന്റെ ഉപധാതുവായിട്ടുള്ള ഈ നഖത്തിനും പല്ലിനും മുടിക്കും ഒക്കെ കേടുപാടുകൾ വരാനായിട്ട് സാധ്യത കൂടുതലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത്
നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ വേദനയുള്ളപ്പോഴും പല്ലുവേദന ഇല്ലാത്തപ്പോഴും രാവിലെ ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ല ദന്തധാവന ചൂർണം ഉപയോഗിച്ച് പല്ലൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് തിളച്ചാറിയ വെള്ളത്തിലേക്ക് ഒരു 3-4 തുള്ളി കരയാമ്പൂ തൈലം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊരു 5 മിനിറ്റ് സമയം കൗൾ കൊണ്ട് തുപ്പിക്കളയുന്നത് നിത്യേന ശീലമാക്കുക. അപ്പൊ ഇത്തരം പല്ലുകൾക്ക് കേടുപാടുകൾ വരാതിരിക്കുന്നതിന്, മോണരോഗങ്ങൾ ബാധിക്കാതിരിക്കുന്നതിന് ഇത് സഹായകരമാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ചുമയും കഫക്കെട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ മഴക്കാലത്ത്, തണുപ്പ് കാലത്ത്, മഞ്ഞുകാലത്തൊക്കെ ഈ ചുമയും കഫക്കെട്ടും ആസ്മയും ഇത്തരം പ്രശ്നങ്ങൾ കൂടെ നിങ്ങൾ അലട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ കാര്യമായിട്ട് പരിഗണിക്കാതെ ചെറിയ തോതിലുള്ള മഴച്ചാറിലൊക്കെ കൊള്ളുന്നു. അപ്പോൾ അതുവഴി തലനീര് ഇറങ്ങിയിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. തണുപ്പ് തട്ടി ഉണ്ടാകുന്ന കഫസംബന്ധമായ രോഗാവസ്ഥകൾ കഫത്തിന്റെ സ്ഥാനമായിട്ടുള്ള നെഞ്ചിലും ശിരസിലും ഒക്കെ കൂടുതൽ അനുഭവപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം അവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് 3-4 കരയാമ്പൂ എടുത്തിട്ട് ചെറുങ്ങനെ, തണുപ്പ് കാലമാകുമ്പോൾ അതിങ്ങനെ വിറങ്ങലിച്ചിരിക്കുകയായിരിക്കില്ല. അതുകൊണ്ട് ചട്ടിയിലൊന്ന് ചൂടാക്കി എടുക്കുക. വറക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല, ഒന്ന് തണുപ്പ് പിടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം തേനും കൂടെ ചേർത്ത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് യോജിപ്പിച്ച്, അരച്ച് ചേർത്ത് യോജിപ്പിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് അതിങ്ങനെ ഒരു ചെറിയ ഡെപ്പിൽ സൂക്ഷിക്കാം. യാത്രയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കരുതാം. ഓരോ തോണ്ട് വീതം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാക്കിൽ പുരട്ടി അലിയിച്ചിറക്കുകയാണെങ്കിൽ ഈ കഫക്കെട്ടും ചുമയും അതുപോലെ തന്നെ ഈ കഫദോഷം വർദ്ധിച്ച് ശിരസിലുണ്ടാകുന്ന സൈനസൈറ്റിസും കഫസംബന്ധമായ രോഗാവസ്ഥകൾ, ഈ കഫം കൂടുമ്പോൾ തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ശിരസിനെ ആശ്രയിച്ച് എപ്പോഴും ഒരു അസ്വസ്ഥത ഇങ്ങനെ ഫീൽ ചെയ്യുമല്ലോ, അതിനെ തടയുന്നതിന്, നിയന്ത്രിക്കുന്നതിന്, ശിരസിൽ നിന്ന് വായിലേക്ക് കഫം ഇറങ്ങി വരുന്നതൊക്കെ നിയന്ത്രിക്കുന്നതിന് ഈ പ്രയോഗം സഹായകരമാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഒരു 2 കരയാമ്പൂവും 1 കഷ്ണം ചെറിയ ഇഞ്ചിയും 1 പിടി തുളസിയിലയും കൂടെ 1 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് ഈ കണ്ടൻസ് ഒക്കെ വെന്തതിന് ശേഷം അത് അരിച്ചു മാറ്റി കളയുക. ആ വെള്ളം ഫ്ലാസ്കിൽ സൂക്ഷിക്കുക. എന്നിട്ട് അതിന് സിപ്പായിട്ട് ഓരോ 1/4 ഗ്ലാസ് വീതം ഓരോ അരമണിക്കൂറിലും ഓരോ 1/4 ഗ്ലാസ് വീതം ഈ വെള്ളം ചെറു ചൂടോടെ ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കഫക്കെട്ടും ആസ്മയും ചുമയും തൊണ്ടയിൽ കഫക്കെട്ട്, ശിരസിൽ നിന്ന് കഫം ഇറങ്ങുന്നത്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിന് സഹായകരമാവുന്നതാണ്. ഇതിന് വേണ്ടത് 2 കരയാമ്പൂ, 1 പിടി തുളസിയില, 1 കഷ്ണം ചെറിയ ഇഞ്ചി. ഇത്ര മാത്രമേ ഇതിന് മുടക്കുള്ളൂ. എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ദഹനം ശരിയാവണ്ണം നടക്കുന്നില്ല, കാര്യമായ വിശപ്പില്ല എന്ന ആ സമയത്തും നിങ്ങൾ അല്പം അമിതമായിട്ട് നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കഴിച്ചു, ഓൾറെഡി വിശപ്പില്ല, ആ സമയത്ത് അധ്യസനം, അമിതമായിട്ടുള്ള ഭോജനം, ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഓക്കാനവും ഛർദ്ദിക്കാൻ വരുന്ന പോലൊരു തോന്നല്, എന്നാൽ ചിലപ്പോൾ തികട്ടി വന്നേക്കാം. ദഹനം കൃത്യമായിട്ട് നടക്കായിക, വിശപ്പില്ലായ്മ, ഇത്തരം അവസ്ഥയിൽ ഇതേപോലെ ഒരു 3-4 കരയാമ്പൂ ചതച്ചിട്ടിട്ട് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കുക. ഒരു 1/2 ലിറ്ററോ 1 ലിറ്ററോ വെള്ളത്തിലേക്ക് ഒരു 3-4 കരയാമ്പൂ ചതച്ചിട്ട് തിളപ്പിച്ചോ. നന്നായിട്ട് അത് തിളച്ചങ്ങോട്ട് ആ കരയാമ്പൂ കൊണ്ട് വെന്തോട്ടെ. എന്നിട്ട് ആ വെള്ളം കുറേശ്ശെ പലവട്ടായിട്ട് കുടിക്കുകയാണെങ്കിൽ ഈ ദഹനം ഉണ്ടാകുന്നതിന്, വിശപ്പുണ്ടാകുന്നതിന്, അമിതമായിട്ട് കഴിച്ചിട്ടുള്ള ആഹാരം ദഹിച്ചു പോകുന്നതിനൊക്കെ സഹായകരമാവുന്നതാണ്. നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെടുന്നുണ്ട്, കൂടെ തലവേദന വരും, വെയിൽ കൊണ്ട തലവേദന വരുന്നു, സൈനസൈറ്റിസ് ഉള്ളവർക്ക് തലവേദന വരുന്നു, തണുപ്പ് കാലത്ത് തലവേദന വരുന്നു, രാത്രി കാലത്ത് കഫം വർദ്ധിച്ച് തലവേദന വരുന്നു, ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണയിലേക്ക് ഒരു 3-4 തുള്ളി, മാക്സിമം ഒരു 1/4 ടീസ്പൂണ് കരയാമ്പൂ തൈലം ഒഴിച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കുക, ഒന്ന് തണുപ്പ് പിടിക്കുക. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ തുള്ളി വീതം വിരലിങ്ങനെ പുരട്ടുക, നെറ്റിത്തടത്തിൽ പുരട്ടി കൊടുക്കുക. ഇതിങ്ങനെ ചെയ്ത് കണ്ണടച്ച് വിശ്രമിച്ചാൽ ആ തലവേദനയ്ക്ക് താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിന് സഹായകരവും. ഇനി നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള, പലപ്പോഴായിട്ട് എന്നോട് ചോദിച്ചത് ഓർമ്മ വരികയാണ്, വായ്നാറ്റത്തിന് എന്ത് ചെയ്യും ഡോക്ടറെ, വായ്നാറ്റം അകറ്റാൻ എന്ത് വേണം, അതിനുള്ള ചികിത്സകൾ, പൊടിക്കൈകളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതായത് ഈ വായ്നാറ്റം അനുഭവപ്പെടുന്നത് മിക്കപ്പോഴും ഈ വായിലെ പ്രശ്നം കൊണ്ടല്ല, മോണരോഗങ്ങളോടനുബന്ധിച്ചും ദന്തരോഗങ്ങളോടനുബന്ധിച്ചും വായ്നാറ്റം ഉണ്ടാകാറുണ്ട്, ശരിയാണ്. പക്ഷെ കൂടുതൽ ഭൂരിഭാഗം പേർക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ശരിയാവണ്ണം ദഹിക്കാത്തത് കൊണ്ട്, അമിതമായിട്ട് ഭക്ഷിക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ വിശപ്പിന് കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ അധ്യസനം, അമിതമായിട്ട് ആഹാരം കഴിച്ച് ദഹനക്കേട് ഉണ്ടാകുന്നത് കൊണ്ടൊക്കെയാണ് ഈ വായ്നാറ്റം അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശപ്പിനനുസരിച്ച് ഭക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എളുപ്പം ദഹിക്കുന്ന, നന്നായി പാചകം ചെയ്ത ആഹാരങ്ങൾ മാത്രം കഴിക്കുന്നതിന് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ എന്നിട്ട് നിങ്ങൾക്ക് വായ്നാറ്റം അനുഭവപ്പെടുന്നു, പല്ലുവേദനയോ മോണരോഗങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ 1-2 കരയാമ്പൂ ഇങ്ങനെ മോണയ്ക്കിടയിൽ സൂക്ഷിക്കുക. ഇടയ്ക്കൊന്ന് ചവച്ചരച്ച് ആ നീരിറക്കുക. അത് ഈ വായ്നാറ്റം അകറ്റുന്നതിനും ദഹനം ശരിയാവണ്ണം നടക്കുന്നതിനും, അതുപോലെ തന്നെ ദന്തസംബന്ധമായ രോഗങ്ങളോ മോണരോഗങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ശമിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഈ പ്രയോഗം സഹായകരമാവുന്നതാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ആസ്മയും കഫക്കെട്ടും ചുമയും ശ്വാസതടസ്സവും സൈനുസൈറ്റിസും കഫജമായിട്ടുള്ള തലവേദനയും ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ മറ്റൊരു സംഗതി കൂടെ നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിന് കാര്യമായ ഗുണം കിട്ടുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും
നിത്യേന രാവിലെയും വൈകിട്ടും ഇത് ചെയ്തു നോക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു 3-4 കരയാമ്പൂ ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. ഇനി കരയാമ്പൂ അല്ലെങ്കിൽ കരയാമ്പൂ തൈലം ഒരു 4-5 തുള്ളി ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതുകൊണ്ട് ആവി കൊള്ളുക. ഇത് രാവിലെയും ഒരു 5 മിനിറ്റ് സമയം, വൈകിട്ട് ഒരു 5 മിനിറ്റ് സമയം പതിവായിട്ട് ശീലിക്കാമെങ്കിൽ ഈ നെഞ്ചിനെ ആശ്രയിച്ചുണ്ടാവുന്ന കഫക്കെട്ട്, ശ്വാസതടസ്സം, ശ്വാസവൈഷമ്യം, തൊണ്ടയിൽ ഇറിറ്റേഷൻ, സൈനുസൈറ്റിസ്, തലവേദന, മൂക്കടപ്പ്, തുമ്മല്, ജലദോഷം ഇത്തരം കഫസംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിന് ഒരു എനർജി, ഉണർവും ഉന്മേഷവും തൽക്കാലത്തേക്ക് ആ കഫക്കെട്ടും സൈനസൈറ്റിസ് കൊണ്ടും തലവേദന കൊണ്ടും നെഞ്ചിലും ശിരസിലും തൊണ്ടയിലും ഒക്കെ ഉണ്ടാകുന്ന കഫക്കെട്ടും ഉണ്ടാകുന്ന ആ ഇറിറ്റേഷൻ താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാവുന്നതാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത്തരം പൊടിക്കൈകൾ കൊണ്ടൊക്കെ 1, 2, 3 ദിവസം പരീക്ഷിച്ചിട്ടും കാര്യമായ മാറ്റം കാണുന്നില്ലെങ്കിൽ പതിവ് പോലെ ഞാൻ പറയട്ടെ, ഒട്ടും താമസിക്കേണ്ട, അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് വേണ്ടതായ ഔഷധങ്ങൾ ശീലിക്കുക. എത്രയും പെട്ടെന്ന് അതിന് ചികിത്സ ശരിയാവണ്ണം ശാസ്ത്രീയമായിട്ട് സ്വീകരിച്ച് അത്തരം രോഗാവസ്ഥകളെ നിയന്ത്രിക്കുന്നതിനോ മാറ്റിക്കളയുന്നതിനോ ശ്രമിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഇത്തരം രോഗാവസ്ഥകൾ വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുന്ന തരം ഭക്ഷണങ്ങളൊന്നും ഒഴിവാക്കും കൂടെ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതിന് സഹായകരവും. അവസാനമായിട്ട് നമുക്കൊന്ന് ഇതിന്റെ ചില ആധുനിക കാഴ്ചപ്പാടും കൂടെ ഒന്ന് പങ്കുവെക്കാം. കാരണം ഈ മേൽപ്പറഞ്ഞ രീതിയിലൊക്കെ ഇത് വർക്ക് ചെയ്യുന്നത് ദഹനരസങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനും ആ ഡൈജസ്റ്റീവ് എൻസൈംസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനും ഒക്കെ സഹായകരമായ ഘടകങ്ങൾ ഇതിലുള്ളത് കൊണ്ടാണ് ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഇൻഡൈജഷൻ, അത്തരം പ്രശ്നങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആന്റിസെപ്റ്റിക്, അനാൾജസിക് എഫക്ട്സ് ഉള്ളതായിട്ട് ആധുനിക പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പല്ലുവേദനയ്ക്കും വായുനാറ്റത്തിനൊക്കെ ഉപയോഗിച്ചു വരുന്നത്. എക്സ്പെക്ടറന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ആസ്മയിലും കഫക്കെട്ടിലും ചുമയിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആധുനിക പഠനങ്ങൾ അനുസരിച്ച് കരയാമ്പൂവിന്, ക്ലോവിന് ആന്റി ബാക്ടീരിയൽ, ആന്റി മൈക്രോബിയൽ, ആന്റി വൈറൽ എഫക്ട്സ് ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന പലതരം രോഗാവസ്ഥകൾ, ദന്തരോഗങ്ങൾ ഒക്കെ ശമിക്കുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ തന്നെ ആധുനിക പഠനങ്ങൾ അനുസരിച്ച് ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ആന്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതായിട്ട് പറയപ്പെടുന്നു. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിനും ഉപയോഗപ്പെടുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് 2 പ്രയോജനം, അതായത് ശരീരത്തിന്റെ ചയാപചയ പ്രക്രിയകളെ ഉത്തേജിപ്പിക്കുന്നതിന്, മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൂട്ടുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗത്തെ, ബ്ലഡ് ഷുഗർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സഹായകരമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.